ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സോ നമ്മൾ വീണ്ടും 5 AM ക്ലബ് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. സോ കഴിഞ്ഞ ദിവസം നമ്മൾ മാത്സ് ഒക്കെ പഠിച്ച് നല്ല ഗംഭീരമായിട്ട് ഇരിക്കുവാണ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് മലയാളം പഠിച്ചാലോ? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ എന്താ പറയാ, നമുക്ക് ഒരു സമാധാനം ഒക്കെ തരുന്നൊരു സമാധാനം എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അല്ലേ, എങ്ങനെയാണ് സമാധാനം എന്ന് പറയുക അല്ലെ, മലയാളം എങ്ങനെ പഠിക്കണം എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചു തുടങ്ങാവേ. വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ആ ഒരു ബേസിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമോ? അപ്പൊ എല്ലാവരും എണീച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുവാണെന്ന് ഞാൻ വിചാരിക്കുവാണ്. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് തുടങ്ങാം. സോ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ പറയാണ്, രാവിലെ വളരെ മൂഡായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ മിസ് വന്ന് ഇങ്ങനെയാണോ പറയുന്നത് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ സെൻസ് നിങ്ങൾ ആലോചിക്കാം. നമ്മൾ എന്താ ചെയ്യാൻ പോണേ? വളരെ ക്ലിയർ ആയിട്ട് വളരെ ചെറിയ ടോപ്പിക്സുകളായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് പലരും ലൈവിലും പല കാര്യങ്ങളിലും പറയാറുണ്ട്, മിസ്സേ മലയാളം PYQ നോക്കിയിട്ട് മാത്രമാണ് പോവാറ്, ചിലപ്പോൾ ആ ഭാഗത്തോട്ട് നോക്കാറേ ഇല്ല, ആർട്സും ലിറ്ററേച്ചറും ഒന്നും ആ ഭാഗത്ത് ആൻസർ ചെയ്യാറേ ഇല്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, അവിടുത്തെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. സോ പിന്നീട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ അത് വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു റൂൾസ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ ഒന്നും ചോദിക്കാൻ വേണ്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അല്ലെ. ഞാൻ കഴിഞ്ഞ ദിവസം വാക്യശുദ്ധി ഒരു കണ്ടന്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 4 നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി വെക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അത് പിന്നെ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് തെറ്റത്തില്ല എന്നുള്ളത് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാന്നുള്ള കാര്യമാണ് അല്ലെ. അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന മലയാളം അതിന്റെ ഗ്രാമർ പോർഷൻ എന്ന് പറയുന്നത് അല്ലെ. വളരെ ക്ലിയർ ആയിട്ട് എന്റെ റൂൾസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ വൺസ് അഗൈൻ നമുക്ക് അപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആരും ഈ സന്ധിപ്രകരണം എന്ന് പറഞ്ഞ് കണ്ടത് കൊണ്ട് ആരും എന്ത് ചെയ്യണ്ട, മുഖം ചുളിച്ച അല്ലെങ്കിൽ അയ്യോ ഇതെങ്ങനെ പഠിക്കും എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. സോ വൺസ് അഗൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പൊ തന്നെ 5 പ്രാവശ്യം സ്വാഗതം ചെയ്തു. അപ്പൊ എല്ലാവരും ഇനിയിപ്പോ ഇത്രയും പ്രാവശ്യം പറഞ്ഞല്ലേ, സോ എല്ലാവരും വരിക. സോ നമുക്ക് നോക്കാം. സന്ധി പ്രകരണം എന്താണ്? ഈ സന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോ നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ബേസ് ലെവലിൽ തുടങ്ങാം. സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർച്ച എന്നാണ് അർത്ഥം. എന്താണ്? ചേർച്ച എന്നാണ് അർത്ഥം. എന്താണ്? ചേർച്ച എന്നാണ് അർത്ഥം. ഇനി വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് എന്ത് ചെയ്യും? എന്തെങ്കിലും മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ആ വാക്കിന് എന്തെങ്കിലും മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അവിടെ സന്ധി ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ സന്ധി മാറ്റം വന്നു എന്ന് പറയും. ക്ലിയർ ആണ്? ബേസ് മനസ്സിലാക്കി വെക്കുക. ഇതാണ് അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർച്ച എന്ന് മാത്രം ഓർമ്മിച്ച് വെക്കുക. ഇനി ആരൊക്കെ തമ്മിൽ ചേരുമ്പോഴാണ്? വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും വർണ്ണം എന്താണെന്ന്. അപ്പൊ ഞാൻ ഇവിടെ എഴുതിട്ട് കാണിക്കും വർണ്ണം എന്താണെന്ന്. വ എന്ന് പറയുന്നത് എന്താണ്? അക്ഷരമാണ് അല്ലേ. ഈ വ എങ്ങനെയാടാ വന്നത്? വ അധികം ആ, ഇങ്ങനെയല്ലയോ വന്നത് അല്ലെ. അപ്പം ഈ വ എന്ന് പറയുന്നതാണ് എന്ത്? വർണ്ണം. ക്ലിയർ ആണോ? വ എന്ന് പറഞ്ഞതാണ് വർണ്ണം പ്ലസ് ഇതെന്താ? സ്വരാക്ഷരം അല്ലെ. വർണ്ണത്തിനോടൊപ്പം സ്വരാക്ഷരം ചേർന്നപ്പോഴത്തേക്ക് എന്ത് വന്നു? വ എന്ന് പറയുന്ന അക്ഷരം വന്നു. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അപ്പൊ വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണം കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത്? അക്ഷരങ്ങൾ ഉണ്ടാവുന്നത്. സോ അക്ഷരത്തിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് വർണ്ണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം പറയാം, വർണ്ണമാണ് ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നോക്കാം നമുക്ക് സന്ധി പ്രകരണം എന്താണെന്ന്. നിങ്ങൾ വിചാരിക്കും 4 സന്ധി ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നു. ഇല്ല, നമ്മൾ ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് ഒറ്റ സന്ധിയെ ഇന്ന് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഒരു സന്ധിയെ ഇന്ന് നമ്മൾ പഠിക്കുന്നുള്ളൂ. നമുക്ക് നോക്കാം ഏതാണെന്നുള്ളത് കേട്ടോ. നോക്കാം. മലയാളം വ്യാകരണത്തിൽ വാക്കുകൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി അഥവാ ചേർച്ച എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? യെസ്. സോ സന്ധിക്കുന്ന വർണ്ണങ്ങളുടെ അടിസ്ഥാനത്തിൽ സന്ധികളെ പ്രധാനമായും സ്വരസന്ധി എന്നും വ്യഞ്ജനസന്ധി എന്നും തിരിച്ചിട്ടുണ്ട്. വേണ്ട, നോക്കണ്ട. അത് മലയാളം കുറച്ചുകൂടി ഒക്കെ പഠിക്കുന്നവർ മാത്രം നോക്കിയാൽ മതി. അതൊന്നും നോക്കണ്ട. വർണ്ണങ്ങൾ ചേരുമ്പോൾ അവിടെ എന്തോ ഒരു മാറ്റം ഉണ്ടാവുന്നെങ്കിൽ അവിടെ സന്ധി നടന്നിട്ടുണ്ട്, മാറ്റമില്ലെങ്കിൽ അവിടെ സന്ധി നടന്നിട്ടില്ല. മാറ്റമില്ലാത്ത വാക്കുകളും ഉണ്ട്, അപ്പൊ അത് സന്ധി നടന്നിട്ടില്ല എന്ന് പറയാ. അത്രേ ഉള്ളൂ. ഓക്കെ. അങ്ങനാണെങ്കിൽ മലയാളത്തിലെ
പ്രധാനപ്പെട്ട സന്ധി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പം നമുക്ക് പഠിക്കാനുള്ള 4 സന്ധികളാണുള്ളത്. ആഗമസന്ധി, ലോപസന്ധി, ദിത്വസന്ധി, ആദേശസന്ധി. എന്തുവാടാ? ആഗമം, ലോപം, ദിത്വം, ആദേശം. ആഗമം, ലോപം, ദിത്വം, എന്താണ്? ആദേശം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാ ഇവനെയാണ്, ആഗമസന്ധി. ആഗമസന്ധിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? ആഗമസന്ധി ഇന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. ഇപ്പൊ ആഗമസന്ധിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ ഇന്ന് പഠിക്കും. നമ്മൾ എല്ലാ സന്ധിയും കൂടെ ഒരുമിച്ച് പഠിക്കുന്നില്ല. നമ്മൾ എങ്ങനെ പഠിക്കും? ഓരോന്നോരോന്നായിട്ട് പഠിക്കും. അങ്ങനെ നമ്മൾ ആഗമസന്ധി പഠിക്കുവാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് നോക്കാം ആഗമസന്ധി എന്താണെന്നുള്ളത്. 2 പദങ്ങൾ ചേരുമ്പോൾ പുതിയൊരു വർണ്ണം. 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ പുതിയൊരു വർണ്ണം. ഒന്നും നോക്കണ്ട, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു സ്വരം പോവുകയോ വരികയോ ഒന്നും, അതായത് വരികയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വരം പോയിട്ട് വരികയോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം അവിടെ തന്നെ ഉണ്ട്. പുതുതായിട്ട് ഒരു വർണ്ണം കൂടെ വരും. പുതുതായിട്ട് അവിടെ എന്തോ കൂടെ വരും. പുതുതായിട്ട് അവിടെ എന്തോ കൂടെ വരും. അത്രയും മാത്രം ഓർമ്മിച്ച് വെക്കുക. പുതുതായിട്ട് അവിടെ ഒരു വർണ്ണം വരും. ഓർമ്മിച്ച് വെക്കുക. ഓർമ്മിച്ച് വെക്കുക. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് നമുക്ക് നോക്കാം. നോയിക്കേ. തിരു അധികം ഓണം. അവിടെ എന്ത് വന്നടാ? വാഗമിച്ചു അല്ലെ? തിരുവോണം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാ വാ വന്നു കഴിഞ്ഞാൽ, യായും വായും, അതായത് പിരിച്ചെഴുതുന്ന സമയത്ത് യായോ വായോ അവിടെ ഉണ്ടെങ്കിൽ എന്ത് നിങ്ങൾ വിചാരിക്കും? അത് ആഗമസന്ധി ആയിരിക്കും. അത് ആഗമസന്ധി 99% എന്തായിരിക്കും? അത് ആഗമസന്ധി ആയിരിക്കും. ക്ലിയർ ആണ്? പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരു അധികം ഓണം എന്നല്ലേടാ. വേറെ റൂളും കൂടി ഞാൻ പറഞ്ഞുതരാം. എടാ മക്കളെ, ഇവിടത്തെ ഈ തിരു ഉണ്ടല്ലോ, ഇത് ചേർത്തെഴുതുമ്പോഴും അത് അതേപോലെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ അതും വന്ന് പിന്നെന്താണ്? ഇവിടെ വായും അല്ലെങ്കിൽ യായോ വായോ വരികയാണെങ്കിൽ, വരികയാണെങ്കിലും എന്താണ്? അത് ആഗമസന്ധിയാണ്. മനസ്സിലായില്ലേ? പൂർവപദവും ഉത്തരപദത്തിലും എന്താണ്? ആദ്യത്തെ പദം എന്ന് പറയുന്നത് അതേപോലെ പിരിക്കുമ്പോഴും ചേർത്തെഴുതുമ്പോഴും അതേപോലെ വരികയാണെങ്കിൽ അതും എന്താണ്? ആഗമസന്ധിയിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 99% ബ്രാക്കറ്റിൽ ഇട്ടോണേ. 99%. ഓക്കെ, ക്ലിയർ. സോ സന്ധിക്കുന്ന വർണ്ണങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വർണ്ണം ആഗമിക്കുന്നതാണ് ആഗമസന്ധി. മനസ്സിലാക്കുക. പുതിയതായിട്ട് ഒരു സന്ധി അല്ലെങ്കിൽ പുതുതായിട്ട് ആഗമസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ടൊരു വർണ്ണം വരിക. കാണാപ്പാഠം പഠിച്ചു വെക്കുക. പുതുതായിട്ടൊരു വർണ്ണം വരിക, അതാണ് എന്ത്? ആഗമസന്ധി എന്ന് പറയുന്നത്. വേറെ ഒന്നിലോട്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലോപസന്ധി അറിയായിരിക്കും, ആദേശസന്ധി അറിയായിരിക്കും, ദിത്വസന്ധി അറിയാമായിരിക്കും. പക്ഷെ നിങ്ങൾ ഇപ്പൊ അതൊന്നും ആലോചിക്കരുത്. ഇപ്പൊ നിങ്ങൾ എന്താണ്? ആഗമസന്ധി മാത്രം നോക്കുക. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? യെസ്. നോക്കാം. സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന വിവർത്തി പരിഹരിക്കാൻ പല ഭാഷകളിലും യാ വാ തുടങ്ങിയ ഉപസരങ്ങൾ ആഗമിക്കും. ഇനിയിപ്പൊ എന്തിനാണ് ഈ യായും വായും ഇവിടെ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരു ഓണം. ഞാന് തിരു ഓണത്തിന് ലീവാണ്. എടാ, അതൊരു വൃത്തിയുണ്ടോടാ? അതൊരു വൃത്തിയുണ്ടോ? ഇല്ല. ഞാൻ തിരുവോണത്തിന്റെ അന്ന് ലീവാണ്. വൃത്തിയുണ്ട് അല്ലേ? എങ്ങനെ വൃത്തിയുണ്ട്? നമുക്ക് ഉച്ചാരണത്തിന് പ്രയാസമൊന്നുമില്ല, അതുകൊണ്ട് എന്തുണ്ട്? വൃത്തിയുണ്ട് അല്ലെ? അതെ, ഉച്ചാരണം കറക്റ്റ്, അതായത് ഉച്ചാരണം ശുദ്ധി, ഒരു ഭംഗിയുള്ള ഒരു ഉച്ചാരണത്തിന് ഒരു വേ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് അത്? അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സന്ധി മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതും കൂടി ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ക്ലിയർ അല്ലേടാ? ക്ലിയർ. പറയാൻ എളുപ്പം അല്ലെ? തിരു ഓണം എന്ന് പറയുന്നതിനെക്കാട്ടും തിരുവോണം, തിരു ആതിര എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഇട്ട് അവിടെ ഒരു ആയും ഓയും ഒക്കെ കൊണ്ടുവരുന്നതിനെക്കാട്ടും ഒന്ന് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സിംപ്ലിസിറ്റി ആവും അല്ലെ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എന്താണ്? യാ വാ ഒക്കെ ആഗമിക്കുന്നത്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? നോക്കാം. തിരു അധികം എന്താണ്? അനന്തപുരം. എന്താണ്? തിരു അധികം അനന്തപുരം, തിരുവനന്തപുരം. അവിടെ ഇടയ്ക്കൊരു വാ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഭംഗിയായില്ലേ? നമുക്ക് സംസാരിക്കാനും എളുപ്പമായില്ലേ? തിരുവനന്തപുരം. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? പന അധികം ഓല, പനയോല. പന അധികം ഓല, പനയോല. ക്ലിയർ അല്ലേ? യെസ്. സോ
അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് എന്താണ് ആഗമസന്ധിയുടെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇനി നമ്മൾ വർക്കൗട്ട് ചെയ്യും കുറച്ചുകൂടെ കേട്ടോ. നോക്കാം നമുക്ക്. ഫസ്റ്റത്തത് തിരു അധികം ഓണം, തിരുവോണം. തിരു അധികം ഓണം, തിരുവോണം. ഇവിടെ ആര് വന്നടാ? വാ വന്നു അല്ലെ? വാ വന്നു, വാ വന്നു. വ് എന്ന വർണ്ണമാണ് വന്നത്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? യെസ്. നോക്കാം. ഗുരു അധികം ആണ്, എന്ത് വന്നു? ഗുരു ആണ്. ആ അധികം അൻ, എന്താടാ? ആ അധികം അൻ, അവൻ അല്ലെ? ആ അധികം അൻ. ഓർമ്മിച്ച് വെക്കുക. പ്രത്യേകിച്ച് ഒരു കളർ പെന്നോ പ്രത്യേകം ഒരു ഷേപ്പിലോ എന്തെങ്കിലും എഴുതി വെക്കുക കേട്ടോ. ആ അധികം അൻ എന്ന് പറയുന്നതാണ് അവൻ എന്നുള്ളത്. അവൻ. കേട്ടാ മക്കളെ? അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. ഈ അധികം അൾ, ഇവൾ. ഈ അധികം അൾ, ഇവൾ. കല അധികം ഉണ്ട്, കലയുണ്ട്. കല അധികം ഉണ്ട്, കലയുണ്ട്. ശരി അധികം ആയി, ശരിയായി. ശരി അധികം ആയി, ശരിയായി. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇതാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞ ഒരു 2 പോയിന്റ് ഓർമ്മിച്ച് വെക്കുക. തിരു അധികം ഓണം എന്ന് വന്നപ്പോൾ തിരു എന്ന് പറയുന്ന പൂർവ്വപദം നമ്മൾ പിരിച്ചെഴുതുമ്പോഴും അപ്പുറത്തെ സൈഡിൽ വരുന്നുണ്ടെങ്കിൽ അത് ആഗമസന്ധിയിലേ വരുള്ളൂ. അത് 99% അങ്ങനെ തന്നെ വരുള്ളൂ. പിന്നെ യായോ വായോ വന്നു കഴിഞ്ഞാലും അതും ഏകദേശമൊക്കെ ആഗമസന്ധി ആയിരിക്കും. പിന്നെ പുതുതായിട്ടൊരു വർണ്ണം അവിടേക്ക് വന്നോ എന്നും കൂടി ഒന്ന് നോക്കി തിട്ടപ്പെടുത്തിയാൽ നമ്മൾ ആഗമസന്ധി പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ആഗമസന്ധിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു, ആഗമസന്ധിയിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇത്രയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതിന്റെ ബേസിക് റൂൾസ് ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെക്കുക. പരീക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം, വേറെ ഒരു കാര്യങ്ങളും പഠിക്കണ്ട, വേറെ ഒരു കാര്യങ്ങളിലോട്ടും പോണ്ട. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആഗമസന്ധി മനസ്സിൽ വെച്ച് ചെയ്യുക. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാടാ. നോക്കാം. സോ ആദ്യത്തേത് നിങ്ങൾക്ക് തരുന്നത് വഴിയമ്പലമാണ്. എങ്ങനെ എഴുതുവടാ? വഴിയമ്പലം എങ്ങനെ എഴുതുക? എല്ലാരും ഒന്ന് മനസ്സിലാക്കിയേ. വഴിയമ്പലം എങ്ങനെ എഴുതുവടാ? നമ്മള് വഴി അധികം അമ്പലം, വഴി അധികം അമ്പലം. ആഗമസന്ധിയാണ്. അപ്പൊ അവിടെ യാ അല്ലെങ്കിൽ വാ വരണം അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? വഴി യമ്പലം. എന്ത് വന്നടാ? ഇവിടെ എന്ത് വന്ന്? യ എന്ന് പറയുന്ന വർണ്ണം വന്നു അല്ലെ? കറക്റ്റ് അല്ലേ? എങ്ങനെയാണ് ചേർന്നത്? വഴി അല്ലെ? ഇവിടെ യ അധികം ആ, ഇത് ചേർന്നപ്പോ എന്ത് വന്നു? യാ വന്നു. യാ എന്ന് പറയുന്ന വാക്ക് വന്നു. ക്ലിയർ അല്ലേ? യാ എന്ന് പറയുന്ന അക്ഷരം വന്നു. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് വഴിയമ്പലം വരുന്നത്. അങ്ങനെയാണെങ്കിൽ കളി ഊഞ്ഞാലോടാ. കളി ഊഞ്ഞാൽ എങ്ങനെയാണ്? കളി അധികം ഊഞ്ഞാൽ. എങ്ങനെയാടാ വന്നത്? കളി യൂഞ്ഞാൽ. ക്ലിയർ അല്ലേ? കളി യൂഞ്ഞാൽ. എങ്ങനെ എഴുതും? ഇവിടെ യ അധികം ഊ എന്ന് വന്നു അല്ലെ? ഊ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ വർണ്ണം എന്താ? അക്ഷരം എന്താവോടാ? ഇവിടെ യു എന്നുള്ള അക്ഷരമാകും അല്ലെ? അങ്ങനെ കളിയൂഞ്ഞാൽ. ക്ലിയർ അല്ലേ? കളിയൂഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ഭാഷ തന്നെ ഇരിക്കുന്നു. മല അധികം ആളം, മല അധികം ആളം. എങ്ങനെ എഴുതും? മലയാളം എന്നാണ് വരുന്നത് അല്ലെ? മലയാളം എന്നാണ് വരുന്നത് അല്ലെ? മലയാളം എന്നാണ് വരുന്നത് അല്ലെ? മല അധികം ആളം. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? പുക അധികം ഇല, പുകയില. ക്ലിയർ അല്ലേ? ഇവിടെ എന്ത് വന്നു? യ വന്നു. ഇവിടെ എന്ത് വന്നു? യ വന്നു. ഇവിടെ എന്ത് വന്നു? യ വന്നു. ക്ലിയർ അല്ലേടാ? യെസ്. അടുത്തത് കളി അധികം ആട്ടം, എങ്ങനെയാണ്? കളിയാട്ടം. ഇവിടെ എന്ത് വന്നു? അല്ലെ? ഇവിടെ ആയാണല്ലേ? ഇവിടെ ആയാണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ എങ്ങനെ എഴുതും? യ അധികം ആ. ഇവിടെ അങ്ങനെ തന്നെ യ അധികം ആ. അങ്ങനെയാണ് യാ വന്നത് അല്ലെ? ഇവിടെയും അങ്ങനെയാണ് യാ വന്നത്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സോ 2-3 ഈ പറയുന്നൊക്കെ PYക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എഴുതി കൃത്യമായിട്ട് പഠിക്കുക. ആഗമസന്ധിക്ക് ഉദാഹരണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗമസന്ധി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടുന്ന് യാതൊന്നും പോകുന്നില്ല, ഇവിടെ ഉള്ള ഒന്നും തന്നെ പോകുന്നില്ല. എന്താണത്? ഈ ഭാഗത്തുള്ള ഒരു കാര്യങ്ങളും പോകുന്നില്ല. എന്തേ വരുന്നുള്ളൂ? പുതുതായിട്ടൊരു വർണ്ണം കൂടെ വരികയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേടാ? ഇവിടെ ആ എന്നുള്ളതിന് അടയാളമായിട്ട് ഇവിടെ ഉണ്ട്. യാ എന്ന് പറയുന്ന
അടയാളമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക. ഇവിടെ നിന്ന് ഒന്നും തന്നെ പോകുന്നില്ല. പുതുതായിട്ടൊരു വർണ്ണം വരിക മാത്രമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. മനസ്സിലായോടാ? മനസ്സിലായോ? എന്ന് നമുക്ക് അടുത്ത കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയാലോ? അടുത്ത ഉദാഹരണങ്ങൾ നോക്കുന്ന സമയത്ത് നോക്കാടാ. പൂ അധികം അരശ്, പൂ അധികം അരശ്, പൂ അധികം അരശ്. മനസ്സിലാക്കുക, റൂൾസ് മനസ്സിലാക്കുക. യാ അല്ലെങ്കിൽ വാ അവിടെ വരേണ്ടതുണ്ട്. അപ്പൊ പൂ യാ ഒരിക്കലും വരത്തില്ല. പൂ വാ എന്നുള്ളത് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. നോക്കാടാ. പൂവരശ് അല്ലെ, പൂവരശ് എന്നല്ലേ വരത്തുള്ളൂ. വരശ്, പൂവരശ്. ഇവിടെ എന്തു വന്നു? വ എന്ന് പറയുന്ന വർണ്ണമാണ് വന്നത്. വ എന്ന് പറയുന്ന വർണ്ണമാണ് വന്നത്. ഇനിയിപ്പൊ ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണിത്? ഇവിടെ പൂവ, പൂവ എന്ന് പറയുന്ന അല്ലെ. പൂവ, പൂവരശ് അല്ലെ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? പൂവമ്പോ, പൂവമ്പൻ, പൂവമ്പൻ എന്നാക്കാം കേട്ടോ. പൂവമ്പം ശരിയാണ്. കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ആയിക്കോട്ടെ. പൂവമ്പൻ. ശരി. എങ്ങനെ എഴുതുവടാ? പൂവമ്പൻ, പൂവമ്പൻ അല്ലേ? പൂവമ്പൻ. ഇവിടെ എന്ത് വന്നു? ഇവിടെയും വ ആണ് വന്നത്. ഇവിടെയും വ ആണ് വന്നത്. തിരുവരങ്ങ്, ഇവിടെ അന്ന് ആദ്യത്തെ റൂള് തിരു എന്ന് പറയുന്ന വീണ്ടും ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ആഗമസന്ധി എന്ന് 50% നമ്മൾ ഉറപ്പിച്ചു. ഇപ്പുറത്തെ വായും കൂടെ വന്നു. അപ്പൊ നമ്മൾ 100% ഉറപ്പിച്ചു ആഗമസന്ധി ആണെന്നല്ലേ. തിരുവരങ്ങ്, തിരുവരങ്ങ്. ക്ലിയർ അല്ലേടാ? തിരുവരങ്ങ്. ഇവിടെ എന്ത് വന്നു? വ വന്നു അല്ലെ. തിരുവരങ്ങ്, തിരുവരങ്ങ്. ക്ലിയർ അല്ലേ? മൂ അധികം അർ എന്ത് വന്നു? മൂ അധികം അർ, മൂവർ, മൂവർ, മൂവർ. അറും അന്നും ഒക്കെ വന്നു കഴിഞ്ഞാല് എന്താണ്? നമുക്ക് നോക്കാം, അടുത്ത് നോക്കാം കേട്ടോ. ഒരു അധികം അൻ, ഒരു അധികം അൻ, ഒരുവൻ, ഒരുവൻ, ഒരു അധികം അൻ, ഒരുവൻ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? സോ ഇവിടെ വന്നതെല്ലാം മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് കുറച്ചുകൂടെ നോക്കിയാലോ. നോക്കിയേടാ. ആ അധികം അൻ, ആ അധികം അൻ എന്തുവാടാ വരുന്നത്? ആ അധികം അൻ, അവൻ, അവൻ, അവൻ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. സോ അടുത്തത് അവൾ, അവൾ, അവർ, അവർ. ക്ലിയർ അല്ലേ? ഇവിടെ ഈ പ്ലസ് അൻ, ഈ അധികം അൻ എങ്ങനെയാടാ വരുന്നത്? ഇവൻ, ഇവൻ, ഇവൾ, ഇവർ. ഒരു ബോക്സ് ഇട്ട് വരച്ചു വെച്ചോ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? യെസ്. ആ പ്ലസ് അൻ അവൻ, ആ പ്ലസ് അൾ അവൾ, ആ പ്ലസ് അർ അവർ, ഈ പ്ലസ് അൻ ഇവൻ, ഈ പ്ലസ് അൾ ഇവൾ, ഈ പ്ലസ് അർ ഇവർ. ഓർമ്മിച്ച് വെച്ചാണ്, ഓർമ്മിച്ച് വെച്ചു. ഇതിനകത്തുനിന്ന് മാറ്റം ഒന്നും വരാൻ വേണ്ടിയിട്ടില്ല. ക്ലിയർ ആയിട്ട് ഓർമ്മിച്ച് വെക്കുക, ക്ലിയർ ആയിട്ട് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഓക്കെ. എടാ ഇതിന്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി പറയുവാണ്. വേറൊരു റൂളും കൂടെ പറയുവാണ്. ഓർമ്മിച്ച് വെക്കുക. ചേർത്ത് എഴുതുന്ന സമയത്ത് അതാ ഇവിടെ എഴുതുവാണേ. ചേർത്ത് എഴുതുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന അക്ഷരങ്ങൾ വന്നാൽ അതും ആഗമസന്ധി ആയിരിക്കും. ഞാൻ ഈ പറയുന്ന അക്ഷരങ്ങൾ ഇതാ ഗ, ജ, ന്ദ, മ്പ. കേട്ടോ? ഇത്രയും അക്ഷരങ്ങൾ വന്നാലും അത് ആഗമസന്ധി ആയിരിക്കും. ഇനി അക്ഷരങ്ങൾ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എങ്ങനെ വരുന്നു എന്ന് അറിയണ്ടേ? നോക്കാം. ഞ അധികം അല്ലെ, ഇങ്ക അല്ലേ ആദ്യം? നോക്കാം. ങ അധികം ക, ഗ. ങ ഞ അധികം ച. ഇനി ന അധികം ത, മ അധികം പ, ബ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് ഈ അക്ഷരങ്ങൾ വരുന്നത്. ഇങ്ങനെയാണ് ഈ അക്ഷരങ്ങൾ വരുന്നത്. ചേർത്തെഴുതുന്ന സമയത്ത്, അതായത് രണ്ടു വാക്കുകൾ ചേർത്തെഴുതുന്ന സമയത്ത്, അപ്പൊ ഞാൻ നിങ്ങളോട് എക്സാമ്പിൾ പറയണ. കരിമ്പുലി, കരിമ്പുലി. കരി അധികം പുലി എന്നുള്ളതാണ്. ചേർത്തെഴുതുന്ന സമയത്ത് എന്തു വന്നു? ബ എന്ന് പറയുന്ന അക്ഷരം വന്നു അല്ലെ. ഇമ്പ വന്നു അല്ലെ. എങ്ങനെ വന്നു? കരിമ്പുലി എന്ന് വന്നു അല്ലെ. കരിമ്പുലി എന്ന് വന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ അത് എന്താണെടാ? അത് ആഗമസന്ധിയാണ് കേട്ടോ. ക്ലിയർ ആക്കി ഓർമ്മിച്ച് വെക്കുക, ക്ലിയർ ആക്കി ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം, കുറച്ചുകൂടെ എക്സാമ്പിൾ നോക്കാം. നോയിക്കോ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
നോക്കടാ. ഫസ്റ്റ് വൺ കരി അധികം ചന്ത എന്ത് വരുവടാ? കരി അധികം പന. ഒന്ന് എഴുതി നോക്കിക്കേ. മല അധികം പുഴ. മല അധികം ചരക്ക്. മല അധികം കുറവൻ. കരി അധികം തേൾ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഒന്ന് എഴുതി നോക്കിക്കേടാ, എന്ത് വരും എന്നൊന്ന് എഴുതി നോക്ക്. ഒന്ന് എഴുതി നോക്ക്. പുളി അധികം കുരു. പുളി അധികം കൊമ്പ്. പന അധികം തത്ത. പന അധികം തത്ത. പിന്നെ പന അധികം കള്ള്. പന അധികം കള്ള് എന്ത് വരുടാ? ഇതിന്റെ ആൻസർ എന്ത് വരും? ഒന്ന് എഴുതിക്കേ. ഒന്ന് എഴുതി നോക്കിക്കേ. ഒന്ന് എഴുതി നോക്കിക്കേടാ. എങ്ങനെ വരുവടാ? എഴുതിയോ? എല്ലാരും എഴുതിയെന്ന് ഞാൻ വിചാരിക്കാണ്. കരിഞ്ചന്ത എന്ന് വരും അല്ലേ? കരിഞ്ചന്ത അല്ലേ? ക്ലിയർ അല്ലേടാ? കരിമ്പന. കരിമ്പന. മലമ്പുഴ. മലഞ്ചരക്ക് അല്ലേ? മലഞ്ചരക്ക് അങ്ങനെയല്ലേ വരിക അല്ലേടാ? മലങ്കുറവൻ. മലങ്കുറവൻ. മലംകുറവൻ. കരിന്തേൾ. കരിന്തേൾ അല്ലേ? യെസ്. പുളിയൻകുരു എന്ത് വരും? പുളിങ്കുരു. പുളിൻകുരു. പുളിങ്കൊമ്പ്. ഈ ഭാഗം തൊട്ട് ഒന്നുകൂടെ പോണേ. അടുത്ത നോക്കിക്കേടാ. പുളിങ്കൊമ്പ് എന്ത് വരുവടാ? പുളിങ്കൊമ്പ്. ഇങ്ക വരും അല്ലെ? പുളിങ്കൊമ്പ്. പനന്തത്ത എന്ത് വരും? പനന്തത്ത എങ്ങനെ വരും? പനന്തത്ത. പനങ്കള്ള് ഇങ്ക അല്ലേ? യെസ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇങ്ങനെ തന്നെയാണോ നിങ്ങൾക്കും കിട്ടിയത്? ഇങ്ങനെ തന്നെയാണോടാ നിങ്ങൾക്കും കിട്ടിയത്? ക്ലിയർ അല്ലേ? കുറച്ചുകൂടെ കാര്യങ്ങള്. യെസ്. ക്ലിയർ അല്ലേടാ? സോ ഈ വാക്കുകൾ അതായത് ചേർത്തെഴുതുന്ന സമയത്ത് ഇത്രയും അക്ഷരങ്ങൾ വന്നാൽ അതും എന്തായിരിക്കും? ആഗമസന്ധി ആയിരിക്കും. ആഗമസന്ധി ആയിരിക്കും. ക്ലിയർ? ക്ലിയർ. മാമ്പഴം. മാ അധികം പഴം. മാമ്പഴം. മുള അധികം തണ്ട്. മുളന്തണ്ട്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയാണ് അക്ഷരങ്ങൾ വരുന്നത്. ഇങ്ങനെയാണ് അക്ഷരങ്ങൾ ആഗമിക്കുന്നത്. ക്ലിയർ അല്ലേ? സ്വാഗമസന്ധിയുടെ ഏകദേശം ഉദാഹരണങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ പറയാണടാ, അതിന്റെ റൂൾസ് ഓർമ്മിച്ച് വെക്കുക. ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാ അല്ലെങ്കിൽ ബാ വരും എന്നുള്ളത് ഉറപ്പിക്കുക. രണ്ടാമത്തത് തിരു എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, തിരുവോണം, തിരുവാതിര, തിരുവരങ്ങ്, അങ്ങനെ എന്താണ് നമ്മുടെ പൂർവപദം അതേപോലെ വരുമെന്നുണ്ടെങ്കിൽ എന്താണടാ? എന്താണ്? അതും ആഗമസന്ധിയാണെന്ന് ഉദ്ദേശിക്കുക. പിന്നെ ഗ, ബ, പിന്നെന്താ, എന്താ, ഇതൊക്കെ വരുവാണെങ്കിൽ എന്താണ്? അതും ആഗമസന്ധിയാണ്. സോ ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആഗമസന്ധി മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. ക്ലിയർ അല്ലേടാ? സോ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.